ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് സ്വാപ്സിനെ കുറിച്ചായിരുന്നു. ഡെറിവേറ്റീവ്സിൽ പെട്ട ഒരു ടൈപ്പാണ് സ്വാപ്സ് എന്നത്. അപ്പോൾ എന്താണ് സ്വാപ്സ് എന്നും അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സ്വാപ്സ് വ്യത്യസ്ത ടൈപ്പ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മളിന്നിവിടെ പ്രധാനപ്പെട്ട 4 ടൈപ്പ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഓരോ ടൈപ്പിനും സബ് ടൈപ്സ് ഒരുപാട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് പ്രധാനപ്പെട്ട 4 ടൈപ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ the first one is interest rate swaps. So what is interest rate swaps? Counterparties agree to exchange one stream of future interest payments for another based on a predetermined notional principal amount. Generally, interest rate swaps involve the exchange of a fixed interest rate for a floating interest rate. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്, ഒരു വ്യക്തി ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിൽ ആണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ, താൻ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ എന്ന് ഭയപ്പെടും. അപ്പോൾ മറ്റൊരു സ്വാപ്പ് വിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്വാപ്പ് സൈൻ ചെയ്യും. എന്നിട്ട് ഫിക്സ് ചെയ്യും 6% ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ എന്ത് ചെയ്യും, ഇന്ന വ്യക്തിക്ക്, നമ്മൾ ആരുമായിട്ടാണ് സ്വാപ്പ് സൈൻ ചെയ്തത് ആ സൈൻ ചെയ്ത വ്യക്തിക്ക് കൊടുക്കും. എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അത് ആ വ്യക്തി അടക്കണം. നമ്മൾ ഏത് വ്യക്തിയാണോ ഏൽപ്പിച്ചത് ആ വ്യക്തി ബാങ്കിൽ എന്ത് ചെയ്യും, ഇന്ന വ്യക്തിക്ക് വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് അടക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 6%-നേക്കാൾ കൂടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ആരുമായിട്ടാണ് ആ സ്വാപ്പ് സൈൻ ചെയ്തത് ആ വ്യക്തി ഇൻട്രസ്റ്റ് റേറ്റ് അടക്കണം. നേരെ മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് അതിനേക്കാൾ കുറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇതാണ് എന്ത്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്. ലാസ്റ്റ് ക്ലാസ്സിലെ എക്സാമ്പിൾ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. രണ്ടാമത്തെ ഒന്ന് കറൻസി സ്വാപ്സ്. കറൻസി സ്വാപ്പ് എന്താണ്? കൗണ്ടർ പാർട്ടീസ് എക്സ്ചേഞ്ച് ദ പ്രിൻസിപ്പൽ amount and interest rate payments denominated in different currencies. These contract swaps are often used to hedge another investment position against currency exchange rate fluctuations. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. കറൻസി സ്വാപ്സ്, ഒരു ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ കമ്പനിക്ക് എന്ത് ചെയ്യണം, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു അമേരിക്കൻ കമ്പനി അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അമേരിക്കൻ ബാങ്കിൽ നിന്ന് അവർക്ക് എന്ത് വേണം, ലോൺ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അവർക്ക് ലോൺ എടുക്കണം. ഓക്കെ, 2 കമ്പനികൾക്കും വ്യത്യസ്ത രാജ്യങ്ങളിൽ ലോൺ ആവശ്യമാണ്. പക്ഷേ ഒരു പോളിസി ഉണ്ട്, എന്താണ്, ഫോറിനേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 കമ്പനികളും ഒരു കറൻസി സ്വാപ്പ് സൈൻ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ കമ്പനിക്ക് എത്രയാണോ ലോൺ എമൗണ്ട് വേണ്ടത് അത് അമേരിക്കൻ കമ്പനി അവരുടെ പേരിൽ ലോൺ എടുക്കുന്നു. അവരുടെ പേരിൽ ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ കമ്പനി അമേരിക്കയിൽ നിന്ന് ലോൺ എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അമേരിക്കൻ കമ്പനി അവരുടെ പേരിൽ എത്ര എമൗണ്ടാണ് ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടത് അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ലോൺ എടുക്കുന്നു. നേരെ മറിച്ച് ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യുന്നു, എത്ര എമൗണ്ടാണോ അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിൽ വേണ്ടത് അത് ഇന്ത്യൻ കമ്പനി അവരുടെ പേരിൽ ഇന്ത്യയിൽ ലോൺ എടുക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും അവരെന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ പ്രോഫിറ്റ് ലഭിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ഒരു ഫോറിൻ കമ്പനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡബിളാണെങ്കിൽ ഇവർക്ക് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 50%. നോർമൽ ഒരു അമേരിക്കൻ സിറ്റിസന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യക്കാരനും വരികയുള്ളൂ, ഇന്ത്യൻ കമ്പനിക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഒരു നോർമൽ ഇന്ത്യൻ കമ്പനി കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കൻ കമ്പനിക്ക് വരികയുള്ളൂ. ഇതിനെയാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമല്ല, എത്രയാണ് അവർക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അവർ സ്വാപ്പ് ചെയ്യുന്നു. അതാണ് കറൻസി സ്വാപ്പ്. ദ തേർഡ് വൺ ഈസ് കമ്മോഡിറ്റി സ്വാപ്പ്. എന്താണ് കമ്മോഡിറ്റി സ്വാപ്പ്? ഫോർ എക്സാമ്പിൾ,
അത് കൂടുതലുണ്ടാകുക ഓയിൽ മാർക്കറ്റിലാണ്. കാരണം ഓയിൽ പ്രൈസാണ് എന്ത് ദിനേന എന്നോണം അല്ലെങ്കിൽ പെർ മന്ത് പോലെ ചേഞ്ച് ഫ്ലോട്ടിംഗ് റേറ്റ് ആയതുകൊണ്ടാണ് അവിടെ എന്താണ് ഓയിൽ മാർക്കറ്റിൽ കമ്മോഡിറ്റി സ്വാപ്പ് വരുന്നത്. കാരണം ഓയിൽ പ്രൈസ് എന്താണ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ന കമ്പനി അടുത്ത 6 മാസത്തേക്ക് എനിക്ക് ഓയിൽ പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഞാനൊരു കമ്പനിയിൽ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ പേടിക്കുന്നുണ്ട്, ഭാവിയിൽ 6 മാസത്തിനുള്ളിൽ വില കൂടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വില കൂടിയാൽ എനിക്ക് നഷ്ടം സംഭവിക്കും അല്ലേ. ഞാനിപ്പോൾ തീരുമാനിച്ച പ്രോഫിറ്റ് എനിക്ക് വില കൂടിയാൽ ലഭിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ഡിസൈഡഡ് ടു സൈൻ എ കമ്മോഡിറ്റി സ്വാപ്പ് വിത്ത് അനദർ കമ്പനി. കമ്മോഡിറ്റി സ്വാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുമായിട്ട് ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, ഒരു സ്വാപ്പ് സൈൻ ചെയ്തു. ഇനി എന്താണ്, ഞാൻ എത്ര ബാരൽ ഓയിൽ വാങ്ങുമെന്ന് ഓയിൽ കമ്പനിയുമായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 6 മാസത്തേക്ക് ഓരോ മാസത്തേക്കുമായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, പെർ മന്ത് പർച്ചേസിംഗ് ആണ് നടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, എത്ര എമൗണ്ട് എന്നത് ഞാൻ എത്ര എമൗണ്ട് ഇന്ന കമ്പനിക്ക് ഞാൻ സ്വാപ്പ് സൈൻ ചെയ്ത കമ്പനിയുമായിട്ട് ഞാൻ ഫിക്സ് ചെയ്യും. ഞാൻ ഈ എത്ര എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യുമെന്നത്. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യും. ഓക്കെ, എന്നിട്ടെന്താണ്, ആ കമ്പനിയെ ഞാൻ ആരുമായിട്ടാണ് ആ സ്വാപ്പ് സൈൻ ചെയ്തത്, ആ കമ്പനിയാണ് പിന്നീട് എന്ത് ചെയ്യുക, എൻ്റെ ഓയിൽ ട്രാൻസാക്ഷനുള്ള പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വില കൂടിയാൽ ആ കമ്പനി, ഞാൻ ഏത് കമ്പനിയുമായിട്ടാണോ സ്വാപ്പ് സൈൻ ചെയ്തത്, എക്സ്ട്രാ എമൗണ്ട് എത്രയാണോ വരുന്നത് ആ കമ്പനി പേ ചെയ്യും. നേരെ മറിച്ച് പ്രൈസ് കുറയുകയാണെങ്കിൽ ഞാൻ ഏത് കമ്പനിയുമായിട്ടാണോ സ്വാപ്പ് സൈൻ ചെയ്തത് ആ കമ്പനിക്ക് അത് പ്രോഫിറ്റായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതാണ് കമ്മോഡിറ്റി സ്വാപ്പ്. ദ ഫോർത്ത് ടൈപ്പ് ഈസ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്. A CDS or credit default swap provides insurance from the default of a debt instrument. The buyer of a swap transfers to the seller the premium payments. In case the asset defaults, the seller will reimburse the buyer the face value of the defaulted asset, while the asset will be transferred from the buyer to the seller. എന്താണ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സ് എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ്, നമ്മളത് സൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് മോഡലാണത് സംഭവം പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഞാനൊരു കമ്പനിയിൽ നിന്ന് ഒരു 10 ലക്ഷത്തിന് ബോണ്ട് എടുത്തു. ആ കമ്പനി ബോണ്ടിൽ പറയുന്നത് പ്രകാരം 5% ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കമ്പനി എനിക്ക് അടക്കണം. 15 വർഷത്തേക്കാണ് ബോണ്ട്. അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ ഫ്യൂച്ചറിൽ ഡൗട്ടുണ്ട് എനിക്ക്, അതായത് കമ്പനി ലാഭത്തിലാകുമോ, ചിലപ്പോൾ കമ്പനി അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ ഡിലേ വരുത്താം എന്ന് പേടിയുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പനിയുമായിട്ട് സ്വാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയുമായിട്ട് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് സൈൻ ചെയ്തു. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, ആ കമ്പനി എല്ലാ വർഷവും എനിക്ക് അതിന് വേണ്ട എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ്, ആ കമ്പനി, ഞാൻ ഏത് കമ്പനിയിൽ നിന്നാണോ ബോണ്ട് എടുത്തത് ആ കമ്പനി ഡിഫോൾട്ട് വരുത്തുമ്പോൾ എനിക്ക് ഈ കമ്പനി എന്ത് ചെയ്യും, ഞാൻ സ്വാപ്പ് സൈൻ ചെയ്ത കമ്പനി എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഞാൻ ബോണ്ട് എടുത്ത കമ്പനി ഡിഫോൾട്ട് വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രീമിയം എമൗണ്ട് ഇതിനുള്ള സർവീസ് ചാർജ് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ സ്വാപ്പ് സൈൻ ചെയ്ത കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അവർക്കത് പ്രോഫിറ്റായിട്ട് ലഭിക്കും. ഇനി ഞാൻ ബോണ്ട് എടുത്ത കമ്പനി ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ സ്വാപ്പ് ചെയ്ത കമ്പനിക്ക് അതിൻ്റെ നഷ്ടം വരികയും ചെയ്യും. ദേ വിൽ ഹാവ് ടു പേ മീ ദ ഇൻട്രസ്റ്റ് റേറ്റ്. എനിക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കേണ്ടത് ഞാൻ സ്വാപ്പ് ചെയ്ത കമ്പനി എനിക്ക് നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലാണ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്സും വർക്ക് ചെയ്യുന്നത്. പിന്നെ സൂചിപ്പിക്കാനുള്ളത്, ഈ 4 സ്വാപ്പ്, ഇത് പ്രധാനപ്പെട്ട സ്വാപ്പുകൾ, ടൈപ്സ് ഓഫ് സ്വാപ്സ് ഞാൻ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. ഒരുപാട് മറ്റ് തരത്തിലുള്ള സ്വാപ്പുകളുണ്ട്. ഇതിൽ ഓരോന്നിനും വ്യത്യസ്ത സബ് ടൈപ്പുകളുമുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വായിക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചോദിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.